പശ്ചിമേഷ്യയിലെ യുദ്ധം വെറുമൊരു ഇറാൻ ഇസ്രായേൽ മിസൈൽ കളിയിൽ ഒതുങ്ങുമെന്ന് കരുതിയവർക്ക് തെറ്റി. പശ്ചിമേഷ്യൻ അതിർത്തികളും കടന്ന ഈ സംഘർഷം ഇപ്പോൾ യുറേഷ്യയിലേക്ക് പടരുകയാണ്. ഗൾഫ് യുദ്ധത്തിലേക്ക് പുതിയൊരു രാജ്യമായ അസർബൈജാൻ കൂടി നിർണായക ശക്തിയായി കടന്നു വരുന്നതോടെ ഇസ്രായേൽ ഇറാനെ ശ്വാസം മുട്ടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സമാധാന ചർച്ചകളും മതപരമായ ഐക്യവും വെറും കടലാസപുലികളാണെന്നും ലോകം ഭരിക്കുന്നത് അധികാരവും തന്ത്രങ്ങളും മാത്രമാണെന്നും തെളിയിക്കുന്നതാണ് ഈ പുതിയ നീക്കങ്ങൾ. ഇറാനുമായി 700 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അസർബൈജാൻ. ഇറാനെ പോലെ തന്നെ ജനങ്ങളിൽ ഭൂരിഭാഗവും ഷിയ വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. ഇസ്ലാമിക ഐക്യം എന്നൊക്കെ കേൾക്കാൻ നല്ലതാണെങ്കിലും യഥാർത്ഥത്തിൽ അസർബൈജാന്റെ ഈ മേഖലയിലെ ഏറ്റവും വലിയ സുഹൃത്ത് ഇസ്രയേലാണ് എന്നതാണ് ഇതിലെ രസകരമായിട്ടുള്ള വൈരുദ്ധ്യം. വാസ്തവത്തിൽ ഇസ്രായേലിന്റെ സൈനിക ആവശ്യങ്ങളടക്കം ഇന്ധനം നൽകുന്നത് ബാക്കു ടിബിലസി സെയ്ഹാൻ പൈപ്പ് ലൈൻ വഴി അസർബൈജാൻ നൽകുന്ന ക്രൂഡ് ഓയിലാണ്. ഈ ഇന്ധന പ്രതിരോധ പങ്കാളിത്തം ഇറാനെ സംബന്ധിച്ച് വലിയൊരു തലവേദനയാണ്. യുദ്ധത്തിൽ ഇസ്രായേൽ തങ്ങളെ പടിഞ്ഞാറ് നിന്ന് മാത്രമല്ല വടക്ക് അസർബൈജാൻ അതിർത്തിയിലൂടെ കൂടി വളയുകയാണെന്ന് ഇറാൻ ഭയപ്പെടുന്നു. കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി അസർബൈജാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അതിവേഗമാണ് വളരുന്നത്. ഇത് വെറുമൊരു അതിർത്തിയുടെ കാര്യം മാത്രമല്ല, വടക്കു പടിഞ്ഞാറൻ ഇറാനിൽ കോടിക്കണക്കിന് വംശീയ അസർബൈജാനികൾ ജീവിക്കുന്നുണ്ട്. സാംസ്കാരികമായി അസർബൈജാനോട് ചേർന്ന് നിൽക്കുന്ന ഈ ജനവിഭാഗം ഇറാനകത്ത് ഒരു ആഭ്യന്തര പ്രക്ഷോഭം സൃഷ്ടിച്ചാൽ അത് ഇറാന്റെ സമ്പൂർണ്ണ തകർച്ചയിലാകും കലാശിക്കുക. സ്വന്തം അതിർത്തിയിൽ ഇസ്രായേലിന്റെ സ്വാധീനം അനുദിനം വർദ്ധിക്കുന്നത് കണ്ട് ഇറാൻ പല്ലിറുമെന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവർ. ഇതിനിടയിൽ ആഗോള രാഷ്ട്രീയത്തിലെ പരാജയപ്പെട്ട കാവൽക്കാരായി പാശ്ചാത്യ രാജ്യങ്ങൾ മാറുകയാണ്. റഷ്യയെ ഉപരോധിച്ചതോടെ യൂറോപ്പിന്റെ ഊർജ്ജ സുരക്ഷ ഇപ്പോൾ അസർബൈജാന്റെ കൈകളിലാണ്. സദേൺ ഗ്യാസ് കോറിഡോർ വഴി യൂറോപ്പിലേക്ക് പ്രധാനമായും ഗ്യാസ് നൽകുന്നത് ബാക്കുവാണ്. അസർബൈജാൻ കൂടി ഉൾപ്പെടുന്ന ഒരു യുദ്ധം വന്നാൽ യൂറോപ്പിലെ ജനങ്ങൾ ശൈത്യകാലത്ത് വിറങ്ങലിച്ച് നിൽക്കേണ്ടി വരും. അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും നടത്തുന്ന സമാധാന ചർച്ചകൾ ഫലത്തിൽ വലിയൊരു പ്രഹസനമായി മാറുകയാണ്. യുദ്ധം അസർബൈജാൻ അതിർത്തികളിലേക്ക് വ്യാപിക്കുന്നതോടെ ആഗോള എണ്ണ വിപണിയും ലോജിസ്റ്റിക്സും വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കൂപ്പുകുത്തുന്നത്. ചുരുക്കത്തിൽ ഉപദേശങ്ങളും സമാധാന ഉടമ്പടികളും കൊണ്ട് ഈ ലോകത്ത് യാതൊരു കാര്യവുമില്ലെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. ഇസ്രായേൽ തങ്ങളുടെ ശത്രുവിനെ കൃത്യമായ ബുദ്ധിയോടെ വരിഞ്ഞു മുറുകുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ വെറും കാഴ്ചക്കാരായി നിൽക്കുന്നു. സ്വന്തം അതിർത്തികൾ സുരക്ഷിതമാക്കാൻ കൃത്യമായിട്ടുള്ള വിദേശ നയവും കരുത്തുറ്റ ഭരണകൂടവും ഇല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിന്റെയും ഭാവി അപകടത്തിലാകും എന്ന വലിയ പാഠമാണ് ഈ സംഭവ വികാസങ്ങൾ നമുക്ക് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.